പിടിച്ച വാളുമായിട്ട് കുതിരപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. മുഹമ്മദിന്റെ തല ഞാൻ മറുക്കുന്നതാ. മുഹമ്മദ് അഥവാന്റെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ മുഹമ്മദിന്റെ തല ഞാൻ അറുത്തു മാറ്റുന്നതാ. ആ സമയത്ത് ഒരാൾ വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഉമറേ, നിന്റെ സഹോദരി മുസ്ലിമായിട്ടുണ്ട്, മുഹമ്മദിന്റെ മതം സ്വീകരിച്ചിട്ടുണ്ട് ഉമറേ. ഉമർ തങ്ങൾ ആരാണ് ആ സമയത്ത്? കള്ളു കുടിക്കുന്നവരാ, അതുപോലെ ചൂതായകം സ്വഹാബത്തുൽ കിറാം പുന്നാരനബി നമ്മുടെ സമീപത്തിരിക്കുന്നുണ്ട്. അതാ ദൂരത്ത് നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല കടന്നു വരുന്നത് കാണുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പേടിച്ചു പോവുകയാ, ഉസ്മാൻ തങ്ങൾ പേടിച്ചു പോവുകയാ. കാരണം എന്തെന്നറിയാമോ? ആരാണ് കടന്നു വരുന്നത്? എന്റെ പുന്നാര നബി തങ്ങൾ വല്ലതും ഉമർ ചെയ്യുമോ? എന്റെ പുന്നാര നബി തങ്ങൾ ഉമർ വധിക്കുമോ എന്നുള്ള പേടി അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്കുണ്ട്, അലിയാര് തങ്ങൾക്കുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ സമയത്തും അങ്ങോട്ട് ഉമർ അങ്ങോട്ട് അടുത്തടുത്തോട്ട് വരുന്ന സമയത്തുണ്ടല്ലോ, അലിയാര് തങ്ങൾ ഒരു ചുടുചിടാ വെള്ളമെടുത്തുകൊണ്ട് ഏറ്റവും കഠിനമായ ശക്തിയേറിയിട്ടുള്ളതായ കഠിനമായ ചൂടേറിയ വെള്ളം പിടിച്ചുകൊണ്ട് അലിയാര് തങ്ങൾ അവിടുന്ന് മാറി നിൽക്കുകയാ. എന്റെ അഷ്റഫുൽ ഖൽഖിന്റെ നേരെ വല്ലതും ഉമർ ചെയ്താ ആ ഉമറിന്റെ ബോധരഹിതനായ ഉമർ തങ്ങൾ ബോധം വന്നിട്ട് ചോദിക്കുന്ന സമയമുണ്ടല്ലോ, ജമാഅത്ത് കഴിഞ്ഞോ? ജമാഅത്ത് പരിപൂർണതയിലേക്ക് എത്തിച്ചോ എന്നാണ് ഉമർ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ തങ്ങൾ ആരാണെന്നറിയാമോ? ഒരു സമയത്തുണ്ടല്ലോ, മക്കയിലൂടെ പോവുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ നേതാവിന്റെ വഫാത്തിനെ കുറിച്ചാ പറയുന്നത്. ആ ലോകത്തിന്റെ നേതാവ് കിടക്കുകയാ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിലാ കിടക്കുന്നത്. അവിടുന്ന് അംഗീ കാണിക്കുന്നുണ്ട്, അംഗീ കാണിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് അറാക്കെടുത്ത് ആയിഷ ബീവിയുടെ വായിലോട്ട് വെക്കാൻ പറഞ്ഞു, ഒന്ന് ചവച്ചരക്കാൻ പറഞ്ഞു. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു തആല ആ ഹബീബായ നബി തങ്ങളുടെ അറാക്കെടുത്ത് ചവച്ചരച്ചിട്ട് ഹബീബായ നബി തങ്ങൾക്ക് വായങ്ങോട്ട് തേച്ചു കൊടുക്കുകയാണ്. ജബ്ബാറായ സയ്യിദായ അല്ലാഹുവേ, നമ്മുടെ സദസ്സിനെ നീ ഖബൂലാക്കണേ അല്ലാഹ്, നമ്മുടെ സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. പുന്നാരനബി തങ്ങളുടെ പറഞ്ഞ സദസ്സാ, പുന്നാരനബി തങ്ങളുടെ പാടിയ സദസ്സാ, പുന്നാരനബി തങ്ങളുടെ ചരിത്രം പറഞ്ഞ സദസ്സാ. പടച്ചോനെ, സദസ്സിലും നല്ല സ്ഥലത്തും നല്ല സമയത്തിലായി നമ്മുടെ റൂഹിനെ പിടിക്കണേ അല്ലാഹ്. കൂട്ടത്തിൽ ഒരുമിച്ച് കൂടി അവരുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരുണ്ട്. അവരുടെയും ഞങ്ങളുടെയും ഖബർ ജീവിതം നീ സുഖത്തിലോ സന്തോഷത്തിലും ആക്കി തരണേ അല്ലാഹ്. ഖബർ അദാബിനെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. ഖബർ ശിക്ഷയെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാഹ്. ലോകത്തിന്റെ നേതാവിനോടുകൂടെ നിന്റെ സുവലോ നിന്റെ തോഴത്തിലായി നിന്റെ പൊരുത്തത്തിലായി ജീവിച്ച് മരണപ്പെടുന്ന മുത്തഖീങ്ങൾ മുഖ്ലിസീങ്ങൾ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തില് ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി തരണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ ദിനത്തിൽ ഞങ്ങൾ ഉറങ്ങുപോയിച്ചിട്ട് ഇരിക്കുന്നതിനൊക്കെ അല്ലാഹുവേ, പുന്നാരനബി ഞങ്ങളെ സ്നേഹിച്ചതുകൊണ്ടാ. ഇതൊക്കെ കാരണമായി നാളെ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാഹ്. ലോക സ്വർഗത്തിൽ ഞങ്ങളെ ഒരുമിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, നമ്മുടെ ആഖിറത്തിൽ നന്നാക്കി തരണം പങ്കാരെ. മുസ്ലിമായിട്ട് തന്നെ മരണപ്പെടാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങൾ നിസ്കരിച്ചവരാ, നോമ്പ് നോറ്റവരാ, ഹജ്ജ് ചെയ്തവരാ, സദഖ ചെയ്തവരാ, സക്കാത്ത് കൊടുത്തവരാ. പക്ഷേ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് എങ്ങനെയാ ഞങ്ങളുടെ മരണം ഞങ്ങൾക്കറിയൂല. എപ്പോഴാ മരണം ഞങ്ങൾക്ക് അറിയുന്നതല്ല. പടച്ചോനെ, ഞങ്ങളും മരിച്ചു ഞങ്ങളെ സ്നേഹിക്കണേ അല്ലാഹ്. മരിക്കുന്നതിന് മുന്നോടിയായിട്ട് മനാമിൽ പുന്നാരനബി തങ്ങളെ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. എത്രയോ ആളുകളാ ഹബീബായ നബിയെ കണ്ടത്, എത്രയോ ആളുകളാ വന്നിട്ട് പറഞ്ഞത്, പുന്നാരനബി തങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, പുന്നാരനബി തങ്ങൾ വന്നുകൊണ്ട് സലാം പറഞ്ഞിട്ടുണ്ട്. പടച്ചോനെ, മരിക്കുന്നതിന് മുന്നോ
അല്ലാഹുവേ അവർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, ദീർഘായുസ്സ് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നിന്റെ അഭിമന്യ ഗുരുവായ തങ്ങൾ ഉസ്താദ്, അതുപോലെ വളവണ്ണ ഉസ്താദ്, അല്ലാഹുവേ നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, ദീർഘായുസ്സ് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ രോഗമുള്ളവരുടെ രോഗങ്ങളൊക്കെ നീ ശിഫ നൽകണം റഹ്മാനെ. ക്യാൻസർ എന്ന രോഗത്തിനെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്, ട്യൂമർ എന്ന രോഗത്തിനെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്, കിഡ്നി സംബന്ധമായ രോഗത്തിനെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്, ഹാർട്ട് സംബന്ധമായ രോഗത്തിനെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്, ബ്ലോക്ക് സംബന്ധമായ രോഗത്തിനെ തൊട്ട് നീ ഡയാലിസിസിന് ഞങ്ങൾ ആരെയും നീ അടിമപ്പെടുത്തരുതേ റഹ്മാനെ. അല്ലാഹുവേ ജീവിതകാലം അത്രയും മരുന്നിന് അടിമപ്പെടുത്തല്ല അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ അടുത്ത കാലത്തായി ഓരോ മരണങ്ങളും ഞങ്ങളെ വിഷമപ്പെടുത്തുന്ന മരണങ്ങളാ, ഞങ്ങളെ സങ്കടപ്പെടുത്തുന്ന മരണങ്ങളാ, എല്ലാം പെട്ടെന്നുള്ള മരണങ്ങളാ സംഭവിക്കുന്നത്. പടച്ചോനെ അങ്ങനെയുള്ള മരണം ഞങ്ങൾക്ക് നൽകരുതേ റഹ്മാനെ. നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് നൽകല്ല അല്ലാഹ്. പ്രായം എത്തിയവർക്കൊക്കെ നീ അനുയോജ്യമായ വീടുകളെ നീ എത്തിക്കണേ അല്ലാഹ്. മക്കളുള്ളവർക്ക് ആ മക്കളെ നീ സ്വാധീനങ്ങളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്, ദാക്കിരീങ്ങളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മാതാപിതാക്കളെ അനുസരിക്കുന്ന ഉസ്താദുമാരെ അനുസരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. മക്കളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു ദുരവസ്ഥ നീ ഞങ്ങൾക്ക് ആർക്കും നൽകണേ അല്ലാഹ്. മക്കളെ കൊണ്ട് അഭിമാനങ്ങളുള്ള മാതാപിതാക്കളാക്കി തരണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا رسول الله انظر حالنا يا حبيب الله اسمع قالنا بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه